നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണീർക്കയത്തിൽ ഇടുക്കി പൂപ്പാറ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ വീടുകൾ പൊളിക്കും. 29 കുടുംബങ്ങൾ പെരുവഴിയിലേക്ക്. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBക്ക് വനം വകുപ്പ് നോട്ടീസ് നൽകി. മംഗളാദേവി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടിമിന്നലേറ്റ 7 പേർക്ക് പരിക്ക്. മംഗളാദേവിയിൽ നിന്ന് കുമളിയിലേക്ക് വരുന്ന വഴിയിലെ 9ാം വളവിന് സമീപമാണ് അപകടം. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണീർക്കയത്തിൽ ഇടുക്കി പൂപ്പാറ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ വീടുകൾ പൊളിക്കും. 29 കുടുംബങ്ങൾ പെരുവഴിയിലേക്ക്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആശങ്കയിൽ പൂപ്പാറ നിവാസികൾ. പൂപ്പാറയിൽ വീണ്ടും കുടിയിറക്ക് ഭീഷണി. പന്നിയാർപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന 29ഓളം കുടുംബങ്ങളെയാണ് ജില്ലാ ഭരണകൂടവും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തെരുവിലേക്കിറക്കിവിടാനൊരുങ്ങുന്നത്. 24 മണിക്കൂറിനകം വീടുകളിൽ നിന്നും ഒഴിഞ്ഞുപോകണമെന്നും അല്ലാത്തപക്ഷം കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കാട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഇവർക്ക് നോട്ടീസ് നൽകി. പന്നിയാർപ്പുഴയുടെ തീരത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ WPC-No 3742/2023 ഭാഗമായാണ് നിലവിലെ നടപടികൾ. നേരത്തെ ഇതേ ഉത്തരവിനെ തുടർന്ന് മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അധികൃതർ പൂട്ടി സീൽ ചെയ്തിരുന്നു. വീടുകളിൽ താമസിക്കുന്നവർക്ക് നേരത്തെ സമയം അനുവദിച്ചിരുന്നെങ്കിലും ഒഴിഞ്ഞുപോകാത്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അധികൃതരുടെ പെട്ടെന്നുള്ള ഈ നീക്കം പൂപ്പാറ നിവാസികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രായമായ മാതാപിതാക്കളും കൈക്കുഞ്ഞുങ്ങളും കിടപ്പുരോഗികളും അടങ്ങുന്ന കുടുംബങ്ങൾ എങ്ങോട്ടു പോകുമെന്നറിയാത്ത അവസ്ഥയിലാണ്. 37/2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 66 കടകളടക്കമുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചിരുന്നു. അന്ന് പറഞ്ഞിരുന്ന 29ഓളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഇതേ പുഴ അരികിലായിട്ടും 29 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ ഒരിക്കലും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് അന്ന് ആ കടകൾ അടച്ചുപൂട്ടാൻ വന്നപ്പോൾ അന്നത്തെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവ് പ്രകാരം ശാന്തൻപാറ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ കൊണ്ട് ഇവർ ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസ് കൊടുത്തിരിക്കുക. ഈ കുടുംബങ്ങൾക്ക് വേറെ ഒരു സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ ഒരു മാർഗങ്ങളോ ഇവർക്കില്ല. അന്നന്ന് കൂലിപ്പണി ചെയ്ത് മാത്രം ജീവിതം പുലർത്തുന്നവരാണ്. ഇതിൻ്റെ അകത്ത് തന്നെ താമസിക്കുന്നതിൽ 2ഓളം ആളുകൾ ക്യാൻസർ ബാധിതരായിട്ട് കിടപ്പ് രോഗികളുണ്ട്. അവർ മാത്രമല്ലാതെ പിന്നെ നിരവധി രോഗങ്ങൾ മൂലം ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റ് അടക്കമുള്ളവർ ഇവിടെ താമസിക്കാം. കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പലരും ഈ വീടുകൾ പണിതത്. ഇതിൽ നിന്നും ഇറക്കിവിട്ടാൽ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു വഴിയില്ല. ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ വീടില്ലെന്ന് എഴുതി കൊടുത്തതിനും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല സാറേ. ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങളല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങൾ വീട് ഇടിച്ചിടും. ഇല്ലെങ്കിൽ അകത്ത് ഞങ്ങൾ ഉറങ്ങുമോന്ന് വണ്ടിയും കൊണ്ടൊന്ന് ഇടുക്കി അതേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു സഹായം തരാൻ ആളില്ല. നിങ്ങൾ തന്നെ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരാരും ഇല്ല. നിങ്ങൾക്ക് എന്റെ കെട്ടിയവനാണെങ്കിൽ പണിയാൻ പോയിട്ടില്ല. ഒരാൾ 2 ദിവസം 3 ദിവസം പണിക്ക് പോയാൽ ഈ മടത്തിൽ കിടക്കണം. എന്റെ വീട്ടിൽ പോലും ഒന്നും നന്നാക്കാൻ പറ്റില്ല. ഇതേ ചെരുപ്പ് വെട്ടിയ സാധനം മേളിൽ ഇട്ട് ഞങ്ങൾ കുടിയിരിക്കണം. ഞങ്ങൾ 10-12 പിള്ളേരും ഞങ്ങളുമായി മുറിയിലിരിക്കണം. മതിയായ പുനരധിവാസ സൗകര്യങ്ങൾ ഒരുക്കാതെ തങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. അധികൃതർ നടപടിയുമായി മുന്നോട്ടു പോയാൽ റോഡിൽ പായ വിരിച്ചു കിടന്നു പ്രതിഷേധിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. 46 വയസ്സായി എനിക്ക്. ഈ 46 വർഷം വരെ ഞാനിവിടെ താമസിക്കുന്ന ആളാണ്. എനിക്ക് അറിവ് അറിഞ്ഞ നാൾ മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതാണ്. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇപ്പം
ഓപ്പറേഷൻ ചെയ്ത് ആഞ്ചു ചെയ്ത് ഇപ്പൊ 5-5 ലക്ഷം രൂപ കടവും കൂടുതലാ. അതിനേക്കാളും കിടക്കാനൊരു കിടപ്പടവില്ല, പോകാനൊരു വഴിയുമില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സാർമാർ இങ്ങനെ செய்தால் ഞങ്ങൾ എന്ത് ചെയ്യും? 60 வருஷமா இதே இடத்துல இந்த ஸ்தலத்துல தான் நாங்க இங்கே தான் இருக்கிறோம். ஆனா இந்த 60 வருஷமா எந்த பிரச்சனையும் இல்லாம இருக்கோம். நாங்க ஒன்றும் செய்யல. ஆனா இந்த வீடு வாசல் எல்லாம் எங்களுக்கு வந்து கவர்மெண்ட் எல்லாம் ஒன்றும் கொடுக்கல. நாங்க எங்க சொந்த முடக்குல எங்க உயிரை கொடுத்துதான் நாங்க இந்த வீடே கட்டி இருக்கிறோம். ஆனா இருந்தாலும் இப்ப காலையில சாயங்காலம் வந்து வில்லேஜ்ல இருந்து எல்லா இடத்துல இருந்து எங்களுக்கு பிரச்சனை மேல பிரச்சனை கொடுத்து உறங்குற கூட தைரியம் இல்லை. அது மட்டும் இல்ல, சின்ன பிள்ளைய வச்சிருக்கோம். இந்த வீடை விட்டு எங்களை காலி பண்ண சொன்னா நாங்க எங்க போவோம்? நடு ரோட்லயா நிற்போம். நடு ரோட்ல நிக்கிறது கூட வழி இல்லை. எங்களுக்கு ஒரு இடமும் இல்லை. ഞങ്ങൾ പാവപ്പെട്ടവരെല്ലാം ഇങ്ങനെ കിടന്ന് ഞങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഈ കെട്ടിടം വെച്ചുക്കുക. ഇപ്പം ഇരുന്നിട്ട് മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ മാറ്റും? 70 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുക. ഞങ്ങൾ അർഹതപ്പെട്ടവരാണ് ഇതെല്ലാം. പിന്നെ ഞങ്ങൾ അന്ന് ഗവൺമെൻറ് ഇവിടെ കമ്പനി സ്ഥലമുണ്ട്, ഇവിടെ ഒത്തിരി ഗവൺമെൻറ് സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾക്ക് പെറ വെച്ച് തരട്ടെ. ചുമ്മാ ഞങ്ങളെ പോയിട്ട് പെട്ടെന്ന് എല്ലാം മാറാൻ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെല്ലാം ഞങ്ങൾ എവിടെ റോട്ടിലടക്കാനോ? ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതാണ്, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല. അന്നാട് ഞങ്ങൾ പണിയെടുത്തിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. പക്ഷേ ഈ വീട് വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ 3 വയസ്സ് 2 വയസ്സ് അങ്ങനെയുള്ള കൊച്ചുങ്ങളാണ്. ഇത് വെച്ചിട്ട് ഞങ്ങൾ എവിടെ പോയി ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. அப்பா அம்மா காலத்துலேருந்து இங்கே தான் இருக்கோம். இப்போ திடீர்னு எங்களை போக சொன்னால் 2 பிள்ளைங்க, இந்த சின்ன பிள்ளைகளை வச்சுட்டு போன மாதம் வரைக்கும் வீடு இடிஞ்சு போய் கிடஞ்சி படுதா போட்டு தான் இங்கே என்ன செஞ்சுருந்தோம் நாங்கள் இருந்தோம். ஒரு கல்யாண சம்பாவனையாக எங்களுக்கு என்ன பண்ணாங்க, இந்த வீடை கட்டி கொடுத்தாங்க. ஒருத்தவங்க 1 லட்ச ரூபா கொடுத்ததே எங்களுக்கு கட்டி கொடுத்தாங்க. இப்போ இந்த பிள்ளைகளை வச்சுட்டு நாங்கள் தற்கொலை பண்ணிக்கிறதா, எங்கே போகிறோன்னே எங்களுக்கு தெரியல. പൊളിക്കൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ വലിയ പ്രതിസന്ധിയാണ് പൂപ്പാറ. 24 മണിക്കൂറിന്റെ അന്ത്യശാസനം അവസാനിക്കുമ്പോൾ ജില്ലയിലെ ഏറ്റവും വലിയ കുടിയിറക്ക് നടപടികളിൽ ഒന്നിനാണോ ഇടുക്കി സാക്ഷ്യം വഹിക്കുക എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBിക്ക് വനം വകുപ്പ് നോട്ടീസ് നൽകി. റിസർവ് ഫോറസ്റ്റ് എന്ന രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ മറവിലാണ് സ്ഥലം കൈവശപ്പെടുത്താൻ വനം വകുപ്പ് ശ്രമിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. കാഞ്ചിയാർ അഞ്ചുരുളി താമരപ്പാറയിലാണ് 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBിക്ക് വനം വകുപ്പ് നോട്ടീസ് നൽകിയത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരവും PMAY പദ്ധതിയിലും ഉൾപ്പെടെ പണിത വീടുകളുള്ള സ്ഥലമാണിത്. കൈവശം ഭൂമിയിൽ വീടു നിർമ്മിക്കാൻ മുൻപ് വനം വകുപ്പ് NOC നൽകിയിരുന്നെങ്കിലും ഏതാനും നാളുകളായി ഇത് അനുവദിക്കുന്നില്ല. ഇപ്പോൾ കുഴൽക്കിണർ നിർമ്മാണവും ശുചിമുറി നിർമ്മാണവുമെല്ലാം തടസ്സപ്പെടുത്തുകയാണ്. ഇവിടെ ഭൂരിഭാഗവും ഏലം കൃഷിയാണ് ചെയ്യുന്നത്. അതിനാൽ മരങ്ങൾ മുറിച്ചു നീക്കാതെയാണ് കൃഷി. മരങ്ങൾ നിൽക്കുന്നതിന്റെ പേരിൽ കൈവശം ഭൂമി വനമാക്കി ചിത്രീകരിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിനു മുമ്പ് പല റേഞ്ച് ഓഫീസർമാരും ഇവിടെ വന്നിട്ടുണ്ട്, പല ഓഫീസർമാരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളോടെല്ലാം വളരെ സൗഹാർദ്ദപരമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ഏലകൃഷിക്ക് വേണ്ടിയിട്ട്, ഏലകൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃഷിയാണ് ഇതിനകത്ത് കൂടുതലും ഇപ്പം നടന്നു വരുന്നത്. അപ്പോൾ ഒരു അടിയിൽ ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു ചില്ല് വെട്ടിയാൽ അതിന് കേസ്, ഒരു ബാത്റൂം പണിത് കഴിഞ്ഞാൽ അതിന് കേസ്, ഒരു ലൈഫ് മിഷൻ്റെ ഒരു പെര പണിത് കഴിഞ്ഞാൽ അതിന് കേസ്. ഈ റേഞ്ച് ഓഫീസർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, 4 കുടുംബങ്ങളെ ഇവിടെ താമസിക്കുന്നുള്ളത്. 40 കുടുംബങ്ങൾക്ക് മേലെ ഞങ്ങൾ എണ്ണി കാണിക്കാം. ഇവിടുന്ന് കൗന്തി വരെ, ഈ ആദിവാസി കുടിയുടെ ഇവിടെ മുതൽ കൗന്തി വരെ ആൾക്കാർ താമസിക്കുന്നതാണ്. ഇദ്ദേഹം ഇവിടെ ഫോറസ്റ്റായിട്ട് ഇവിടെ ജോലി നോക്കിയിട്ടുള്ള ആളാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ 150 കുടുംബങ്ങളാണ് കഴിയുന്നത്. വൈദ്യുതിയില്ലാതെ ഏലം കൃഷി ഉൾപ്പെടെ നടത്താനാവില്ല. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വനം വകുപ്പിന്റെ നീക്കം. വനം വകുപ്പിന്റെ നടപടിക്കെതിരെ CPMും കോൺഗ്രസും സമരവുമായി രംഗത്തെത്തി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മംഗളാദേവി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടിമിന്നലേറ്റ് 7 പേർക്ക് പരിക്കേറ്റു. മംഗളാദേവിയിൽ നിന്ന് കുമളിയിലേക്ക് വരുന്ന വഴിയിലെ 9ാം വളവിന് സമീപമാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശിയും പോലീസ് ഉദ്യോഗസ്ഥനുമായ അൻസാറിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മംഗളാദേവിയിൽ നിന്ന് കുമളിയിലേക്ക് വരുന്ന വഴിയിലെ 9ാം വളവിന് സമീപമാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശിയും പോലീസ് ഉദ്യോഗസ്ഥനുമായ അൻസാറിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശിനിയായ ഉഷാറാണിയെ തേനി മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചു.
തിരുവനന്തപുരം സ്വദേശികളായ വിഷ്ണു, ധനലക്ഷ്മി, തൃശൂർ സ്വദേശിനി രമ്യ, തമിഴ്നാട് സ്വദേശികളായ ലോകമണി, കാളിയമ്മാൾ എന്നിവർക്ക് നിസ്സാര പരിക്കുകളാണുണ്ടായത്. ഇവർക്ക് കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി. ഏകദേശം ഒരു ഉച്ചയോട് കൂടിയാണ് മംഗളദേവി പോയത്. അപ്പോൾ ഈ ദർശനം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ കറക്കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ജീപ്പുകളൊന്നും മേളിലോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചിരിയുടെ നടന്ന് താഴോട്ട് വന്നു. വന്നപ്പോഴത്തേക്കും മഴ കൂടി, ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഒരു ജീപ്പിൽ ബാക്ക് സീറ്റിൽ ഒരാളായതുകൊണ്ട് സ്ഥലം കിട്ടി. അപ്പോഴത്തേക്കും വേറെ അമ്മയും കുഞ്ഞും വന്നപ്പോൾ ഞാൻ ആ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആയപ്പോഴത്തേക്കും ഞാൻ ജീപ്പിൻ്റെ ഫുഡ് സ്റ്റെപ്പിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇറങ്ങി താഴെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മിന്നലടിച്ചു. ആ ഒരു ഒറ്റ സെക്കൻഡിൽ തന്നെ അരയ്ക്ക് താഴോട്ടങ്ങ് തളർന്നു പോകുമായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് തറ വീഴുന്നു, ഓടി വീഴുമായിരുന്നു. പിന്നെ ഫോറസ്റ്റിൻ്റെ അവർ വന്നിട്ടാണ് എന്നെ എടുത്ത് മാറ്റി കിടത്തിയിട്ട് പെട്ടെന്ന് താഴെ എത്തിച്ചത്. പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശി വിഷ്ണു കുമളി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സിറ്റി വിഷൻ, കുമളി. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇത്തവണയും ഉത്സവം വിജയകരമായി സംഘടിപ്പിച്ചത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം കേരള, തമിഴ്നാട് രീതികളിലുള്ള പൂജാകർമ്മങ്ങൾ നടന്നു. പുലർച്ചെ 5:30-യോടെ ക്ഷേത്രനട തുറന്ന് ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചു. മംഗളാദേവി പ്രതിഷ്ഠയുള്ള ആദ്യ ശ്രീകോവിലിലും ഗണപതി, ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകൾ നടന്നു. തന്ത്രി സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാടും മേൽശാന്തി മൂലത്തടം എം.എൻ. നാരായണൻ നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി. തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടന്നത്. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാ കവാടവും ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രത്യേകതയാണ്. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിൽ പോലീസ്, റവന്യൂ, വനം, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യം, അഗ്നിരക്ഷാസേന എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ഭക്തർക്കായി കുടിവെള്ളം, ഭക്ഷണം, ശൗചാലയങ്ങൾ, മലയാളത്തിലും തമിഴിലുമുള്ള ദിശാസൂചനാ ബോർഡുകൾ എന്നിവ സജ്ജമാക്കിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ദുരന്ത നിവാരണ യൂണിറ്റും ആംബുലൻസ് സൗകര്യത്തോടുകൂടിയ മെഡിക്കൽ സംഘങ്ങളെയും വിവിധ പോയിന്റുകളിൽ വിന്യസിച്ചിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ.എം., ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, EDM എസ് ശ്രീജിത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാർ എന്നിവർ ക്ഷേത്രം സന്ദർശിച്ചു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള രാജക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. രാജക്കാട് വൈസ്മെൻസ് ഹാളിൽ നടന്ന പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജക്കാട് യൂണിറ്റ് ഓഫീസ് അങ്കണത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് TK ഷാജി പതാക ഉയർത്തിയ ശേഷം നടന്ന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ അക്ഷമനായിരിക്കുകയാണ്. കാരണം ഇന്ന് മെയ് ദിനമാണ്. ഈ മെയ് ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ലോക തൊഴിലാളി ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് 14 ജില്ലകളിലും ഇതേ സമയം തന്നെ യൂണിറ്റ് വാർഷികം നടക്കുകയാണ്. അതൊരു മഹത്തരമായ കാര്യം തന്നെയാണ്. ഇടുക്കി മൊത്തമായിട്ട് 313 യൂണിറ്റുകളും ഇടുക്കി ജില്ലയിൽ തന്നെ 23 യൂണിറ്റുണ്ട് എന്ന് പറഞ്ഞ വളരെ അഭിമാനമാണ്. പക്ഷേ ഇവിടെ ഷാജിക്ക് സങ്കടം, ഷാജിയുടെ പറഞ്ഞു വേദി അറിയിക്കാൻ. എത്ര അംഗങ്ങളാണുള്ളത്? 218 അംഗങ്ങളാണുള്ളത്. കസേരയിൽ അല്പസമയം കഴിയുമ്പോഴേക്കും അത് നിറയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ട്രൈസൺ മാത്യു സ്വാഗതവും അനൂപ് M. ഉണ്ണി നന്ദിയും അർപ്പിച്ചു. ട്രഷറർ EJ ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ ലൈഫ് ലൈൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി നിസാർ കാസിം, ജില്ലാ ട്രഷറർ സുമേഷ് S. പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് AJ ജോസ്,
രാജക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, 8ാം വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി, അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കൈരളി, കമ്പളികണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ഷാജി, യൂണിറ്റ് ഭാരവാഹികളായ VN സജി, KR ശ്രീജിത്ത്, KG ജയദേവൻ, KN ബിനുമോൻ, വിഷ്ണുപ്രസാദ്, സുരേഷ് ബാബു, MR രാജൻ, ജോമിഷ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഓടപ്പഴം അവാർഡ് നേടിയ ഷിജി രാജിനെയും വിദ്യാഭ്യാസ അവാർഡ് നേടിയ അമൃത ബിജുവിനെയും 7 വർഷക്കാലം സംഘടനയെ നയിച്ച TK ഷാജിയെയും ആദരിച്ചു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും വിവിധ കലാപരിപാടികളും നടത്തി. പങ്കെടുത്ത അംഗങ്ങളിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തി ക്യാഷ് അവാർഡുകളും നൽകി. സിറ്റി വിഷൻ, രാജക്കാട്. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. 38 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് ശേഷം വിരമിക്കുന്ന രാജക്കാട് മമ്മട്ടിക്കാനം കുരിശുംപടി അങ്കണവാടിയിലെ ഹെൽപ്പർ ശോഭന ശശിധരന് യാത്രയയപ്പ് നൽകി. അങ്കണവാടി അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി രാജക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 38 വർഷം പൂർത്തിയാക്കിയ കുരിശുംപടി അങ്കണവാടി ഹെൽപ്പർ തസ്തികയിൽ നിന്നും വിരമിക്കുന്ന ശോഭന ശശിധരന് അങ്കണവാടി വികസന സമിതിയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പരിസരവാസികളും പൊതുപ്രവർത്തകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. കുരിശുപടി അങ്കണവാടിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അംഗൻവാടിയിലേക്ക് പറഞ്ഞു വിടുന്ന രക്ഷിതാക്കള്, ഇത്രയും രക്ഷിതാക്കളോട് കൂടിയിട്ടുണ്ട്. ഏതായാലും ടീച്ചർ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ തന്നെയാണ്. ഇത്രയും വർഷം ഈ പ്രദേശത്തിന്റെ 90-ൽ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ സേവനം, അതായത് തന്റെ കൈകളിലൂടെ പോയ കുട്ടികള് അവരുടെ ഒരു 3 തലമുറ കഴിഞ്ഞിട്ടുണ്ട്, 4 തലമുറ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്മ വരുത്തട്ടെ. ചടങ്ങിൽ വെച്ച വികസന സമിതിയുടെ പാരിതോഷികവും മൊമന്റോയും പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. പഞ്ചായത്ത് മെമ്പർ ബിന്ദു ജീവൻകുമാർ യാത്രയയപ്പ് സന്ദേശം നൽകി. ഷിനു MA, സജി അമ്പഴത്തുങ്കൽ, ADS പ്രസിഡന്റ് ശോഭന രാമൻകുട്ടി, സെക്രട്ടറി മഞ്ജു മനോജ്, വികസന സമിതി അംഗം സെലിൻ ജോസ്, MG മനോജ്, അംഗൻവാടി അധ്യാപകരായ സുമി സുരേഷ്, ചിന്താമണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. 22 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി KGക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലപ്പുറം സഹപ്രവർത്തകരോടും വിവിധ ആവശ്യങ്ങൾക്കായി തന്നെ സമീപിക്കുന്നവരോടും ഏറെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഇടപെട്ട് കൃത്യനിർവഹണത്തിൽ പൂർണ്ണ കൃത്യനിഷ്ഠ പാലിക്കുന്ന ജനകീയനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു മുരിക്കാശ്ശേരി സ്വദേശി കൂടിയായ ജോഷി KG. കഴിഞ്ഞ 22 വർഷത്തെ സേവനത്തിന് ശേഷം വാത്തിക്കുടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ചുമതലയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജോഷി KGക്ക് പഞ്ചായത്ത് ഭരണസമിതി സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. മുരിക്കാശ്ശേരിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, ഞാൻ പറയുമായിരുന്നു പലപ്പോഴും
ജോഷി ഒരു വർക്ക് ഹോളിക്കാണ്. അതായത് ജോലി ചെയ്യുക ഇതായിരുന്നു അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്തിരുന്ന സന്ദേശം. സാധാരണ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള യാത്രകൾക്ക് സമ്മേളനങ്ങളിൽ നമ്മൾ അവരെ വന്ന് ഒത്തിരി പുകഴ്ത്തും, അവരെ സന്തോഷിപ്പിക്കാനും എല്ലാവരെയും കേൾപ്പിക്കാനും ഒത്തിരി വാക്കുകളൊക്കെ പറയും. പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുബി കെ, ഡോളി സുനിൽ, മാളവിക ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിലാനി സാബു, കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയി മോൻസണ്ണി, ജോഷിയുടെ സഹോദരൻ ഫാ ജോസ് കരിവേലിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രൊഫസർ ഷീല സ്റ്റീഫൻ മെമന്റോ നൽകി അനുമോദിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി KG മറുപടി പ്രസംഗവും നടത്തി. സിറ്റി വിഷൻ, ഇടുക്കി. രാജക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. കനത്ത മഴയിലും നിരവധി പേർ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾ ആറാട്ട് മഹോത്സവത്തോടെ കൊടിയിറങ്ങും. പശ്ചിമ കൈലാസം എന്നറിയപ്പെടുന്ന രാജക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്ര മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. ക്ഷേത്രത്തിന്റെ മഹോത്സവമായ രാജക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് 1-ാം തീയതി തുടക്കമായി. വൈകുന്നേരം ദീപാരാധനയ്ക്കും പ്രത്യേക പൂജകൾക്കും ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി M. പുരുഷോത്തമൻ, സതീഷ് ശാന്തി, മറ്റുള്ള വൈദിക ശ്രേഷ്ഠന്മാർ, ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി. മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളും സഹോദര മത പുരോഹിതരും ജനപ്രതിനിധികളും നിരവധി ഭക്തജനങ്ങളും സാക്ഷി നിൽക്കെയാണ് കൊടിയേറ്റ് നടന്നത്. തുടർന്ന് പ്രസിദ്ധമായ കൊടിയേറ്റ് സദ്യയും നടന്നു. സിറ്റി വിഷൻ, രാജക്കാട്. രാജകുമാരി രാമചന്ദ്രൻ ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മഹോത്സവാഘോഷങ്ങൾക്ക് ഭക്തിപൂർവമായ തുടക്കം. ക്ഷേത്രത്തിന്റെ ആചാരപരമായ പൂർണ്ണതയും ആത്മീയ ചൈതന്യവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മഹോത്സവത്തിൽ ധ്വജപ്രതിഷ്ഠയും ചുറ്റമ്പല സമർപ്പണവും മഹോത്സവ തൃക്കൊടിയേറ്റും നടന്നു. ഇതോടൊപ്പം പരിവാര പ്രതിഷ്ഠയും നിർവഹിച്ചു. 11 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ 6-ാം ദിനത്തിലാണ് പ്രധാന ചടങ്ങുകളായ ധ്വജപ്രതിഷ്ഠയും തൃക്കൊടിയേറ്റും നടന്നത്. രാവിലെ മിഥുനം രാശിയിൽ ശുഭമുഹൂർത്തത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നു. തുടർന്ന് വൈകുന്നേരം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ മഹോത്സവ തൃക്കൊടിയേറ്റും ഭക്തിസാന്ദ്രമായി നടന്നു. കൊടിയേറ്റുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കർമ്മികത്വത്തിലും മേൽശാന്തി സുമേഷ് ശാന്തിയുടെ സഹകർമ്മികത്വത്തിലുമാണ് പൂജാകർമ്മങ്ങൾ നടന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായ രീതിയിൽ പാലിച്ചുകൊണ്ടായിരുന്നു എല്ലാ ചടങ്ങുകളും നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസേന വിവിധ വിശേഷ പൂജകളും കർമ്മങ്ങളും നടക്കും. മുളപൂജ, നവകലശം, ശ്രീഭൂതബലി, പള്ളിവേട്ട, ആറാട്ട് എന്നിവ പ്രധാന ചടങ്ങുകളാണ്. മെയ് 6-ാം തീയതി നടക്കുന്ന ആറാട്ട് മഹോത്സവത്തോടുകൂടി ഉത്സവം സമാപിക്കും. ക്ഷേത്രം പ്രസിഡന്റ് CN സുരേഷിന്റെയും സെക്രട്ടറി VR സുനിൽകുമാറിന്റെയും നേതൃത്വത്തിലാണ് മഹോത്സവ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രദേശവാസികളും ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന മഹോത്സവം വലിയ ആത്മീയ ആവേശമാണ് പകരുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണീർക്കയത്തിൽ ഇടുക്കി പൂപ്പാറ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ വീടുകൾ പൊളിക്കും. 29 കുടുംബങ്ങൾ പെരുവഴിയിലേക്ക്.
ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBക്ക് വനം വകുപ്പ് നോട്ടീസ് നൽകി. മംഗളാദേവി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടിമിന്നലേറ്റ് 7 പേർക്ക് പരിക്ക്. മംഗളാദേവിയിൽ നിന്ന് കുമളിയിലേക്ക് വരുന്ന വഴിയിലെ 9ാം വളവിന് സമീപമാണ് അപകടം. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.